ഹായ്, നമുക്കിന്ന് വൺ ഡയമെൻഷൻ മോഷനിലെ കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന രണ്ട് ഇക്വേഷൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതായത് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, പിന്നെ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. അപ്പം ഈ ഒരു രണ്ട് ഇക്വേഷൻ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റും. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, യു ഇനിഷ്യൽ വെലോസിറ്റി, ടി ടൈം, എ ആക്സിലറേഷൻ, അഗെയിൻ ടി ടൈം. ഇതിൽ തന്നെ ഫൈനൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി. ടൈം തന്നിട്ടില്ലാത്ത കേസിൽ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യാം, ടൈം ഉള്ള കേസിൽ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കഴിഞ്ഞ ദിവസം പ്രോബ്ലംസ് ചെയ്തു, അത് വെച്ചിട്ടുള്ള കുറച്ചുകൂടെ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ആൻ ഒബ്ജക്റ്റ് ഈസ് ത്രോൺ വെർട്ടിക്കലായിട്ടൊരു ഒബ്ജക്റ്റ് എറിഞ്ഞിട്ടുണ്ട് വിത്ത് എ വെലോസിറ്റി യു. അപ്പം അതിൻ്റെ വെലോസിറ്റിയാണ് പറഞ്ഞേക്കുന്നത് യു, ഇനിഷ്യൽ വെലോസിറ്റി. ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് സ്ട്രൈക്സ് ദ ഗ്രൗണ്ട് ഓൺ ഇറ്റ്സ് റിട്ടേൺ. അപ്പോൾ ഇത് ഗ്രൗണ്ട് ലെവലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ഒബ്ജക്റ്റ്, ഒരു ബോളോ എന്തെങ്കിലും മുകളിലേക്ക് നമ്മൾ എറിയുന്നു, അത് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയാണ് പറഞ്ഞേക്കുന്നത് യു, അല്ലേ, യു. അപ്പോൾ ഇതിവിടെ 0 എത്തുമ്പോഴത്തേക്കും അതിന് പിന്നെ പോകാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇറ്റ്സ് ഫൈനൽ വെലോസിറ്റി വി. പിന്നെ അത് നേരെ തിരിച്ച് താഴേക്ക് വരും. അപ്പോൾ ഈ വെലോസിറ്റി എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്, താഴേക്ക് വരുന്ന വെലോസിറ്റി. അപ്പോൾ ജസ്റ്റ് ഈ യു എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നമ്മൾ യു ആണ് എടുത്തതെങ്കിൽ, പ്ലസ് ആണ് എടുത്തതെങ്കിൽ അത് അപ്വേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോഴും സെയിം വെലോസിറ്റിയിൽ തന്നെയാണ് അത് താഴെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഒൺലി തിങ് അതിൻ്റെ ഡയമെൻഷൻ, അതായത് അതിൻ്റെ അത് നെഗറ്റീവായി മാറും, പ്ലസ് അല്ല മൈനസായി മാറും. അപ്പോൾ ഇവിടെ പ്ലസ് യു ആണെങ്കിൽ ഇവിടെ മൈനസ് യു ആയി മാറും. അത്രയേ ഉള്ളൂ വ്യത്യാസം. സോ ഇറ്റ്സ് വെരി ഈസി. ദ ആൻസർ ഈസ് സി. അടുത്ത പ്രോബ്ലം വെരി സിമ്പിൾ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡീസലറേഷൻ ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. റിക്വയർഡ് ഫോർ എ ബോഡി മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 10 meter per second ടു കം ടു എ കംപ്ലീറ്റ് ഹോൾട്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 meter. അപ്പോൾ എന്താ, അത് ഒരു കാറെന്ന് വിചാരിക്കാം. കാറോ ഏതെങ്കിലും ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 10 meter per second. അത് ഒരിടത്ത് വന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇനിഷ്യലി യു, ഫൈനൽ വി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇത് ഇവിടെ ഒന്ന് പിന്നെ മൂവ് ചെയ്യത്തില്ല, അതവിടെ സ്റ്റോപ്പായി നിൽക്കുകയാണ്. ആ ഡിസ്റ്റൻസ്, ഇത് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് 100 meter. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇനിഷ്യൽ വെലോസിറ്റി കാണാമോ, ഇനിഷ്യൽ വെലോസിറ്റി ഈസ് 10 meter per second, ഫൈനൽ വെലോസിറ്റി ഈസ് 0, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് 100 meters. അടിയിലേക്ക് കാണാമോ? ഓക്കെ. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ, ഇപ്പോൾ നമുക്കൊരു ടൈം തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഡീസലറേഷൻ, നമുക്ക് ആക്സിലറേഷൻ കാണുകയും വേണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. 2as is equal to v square minus u square. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, a നമുക്കറിയത്തില്ല, s നമുക്ക് 100 ഈക്വൽ ടു v സ്ക്വയർ നമുക്കറിയാം 0 മൈനസ് u സ്ക്വയർ ദാറ്റ് ഈസ് 10 സ്ക്വയർ, അതായത് 100. അപ്പോൾ നമുക്കിവിടെ സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -100 ഡിവൈഡഡ് ബൈ 2 × 100. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി -1/2, അതായത് -0.5 meter per second square. ഇതാണ് ആൻസർ. അപ്പോൾ ഇവർ ഡീസലറേഷൻ എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ മൈനസ് യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യണമായിരുന്നു. കാരണം ആക്സിലറേഷൻ ആയിരുന്നെങ്കിൽ അത് പ്ലസ് ആയതിനെ, ഇവിടെ മൈനസ് വന്നുകൊണ്ട് ഡീസലറേഷൻ എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് നമുക്ക് എവിടെ നമ്മുടെ ആൻസർ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. അതായത് 0.5 meter per second square. ഇത് 2019 നമുക്ക് വന്ന കീമിൽ വന്ന ക്വസ്റ്റ്യനാണ്. ഇച്ചിരി പഴയ ക്വസ്റ്റ്യനാണ്, 2015 ക്വസ്റ്റ്യനാണ്. ബട്ട് നമ്മൾ ഈ പറയുന്ന ഇക്വേഷനകത്ത് വരുന്നതാണ് ദ ടൈം റിക്വയർഡ് ടു സ്റ്റോപ്പ് എ കാർ. ഒരു കാർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ്. കാറിൻ്റെ മാസ് തന്നിട്ടുണ്ട് 800 kg, മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 20 meter per second ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് 25 meters. അപ്പോൾ ഒരു വെയിറ്റുള്ള ഒരു കാർ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് എത്രയാണ്, 20 meter per second. ആ കാറിനെ ഇവിടെ വന്ന് നിർത്തണം, അല്ലേ, ടു സ്റ്റോപ്പ് എ കാർ. അപ്പം ഫൈനൽ വെലോസിറ്റി എന്തായാലും വി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. പിന്നെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 25 meters തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. ടൈം കണ്ടുപിടിക്കണം.
അപ്പോൾ നമുക്ക് സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. 2as is equal to v square minus u square. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വി സ്ക്വയർ അറിയാം, യു സ്ക്വയർ അറിയാം, എസ് അറിയാം. ആദ്യം നമുക്ക് എ കണ്ടുപിടിക്കാം, കാരണം ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ എ ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2s ഈക്വൽ ടു വി സ്ക്വയർ എത്രയാണ്? 0 മൈനസ് 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 25. അപ്പോൾ എത്ര കിട്ടും? 0 ഇല്ല. അപ്പോൾ മൈനസ് 400 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 25. ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 200 വന്നു, 25 8. സോ -8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും എന്ത്? ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ കിട്ടി. ഇനി ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം അല്ലേ. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടി. നമുക്ക് ഈ ആക്സിലറേഷൻ -8 കിട്ടി. നമ്മുടെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി 20 ഡിവൈഡഡ് ബൈ ടൈം നമുക്ക് അറിയത്തില്ല. സോ ഇറ്റ് ഈസ് -20 ബൈ ടി. അപ്പോൾ -8 ഈസ് ഈക്വൽ ടു -20 ബൈ ടി എന്ന് കിട്ടി. ടി ഈസ് ഈക്വൽ ടു -20 ബൈ -8 ഈക്വൽ ടു മൈനസ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 5 രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 10 10/4 2.5 കിട്ടി. 2.5 സെക്കൻഡ്സ്. അതായിരിക്കും ആൻസർ. ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 4th ക്വസ്റ്റ്യൻ. എ ബുള്ളറ്റ് വെൻ ഫയർഡ് ഇൻറ്റു എ ടാർഗറ്റ് loses half of its velocity after penetrating 20 centimeters. Further distance of penetration before it comes to rest is. അതായത് ഒരു ബുള്ളറ്റ് ഒരു ബോഡിയിലേക്ക് ഇങ്ങനെ, ഇതിപ്പോൾ എന്തെങ്കിലും ഒരു ബോഡിയാണെന്ന് വിചാരിക്കുക, ഇതിലേക്ക് ഒരു ബുള്ളറ്റ് ഇങ്ങനെ വരിക. ബുള്ളറ്റിനെ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ ഈ ബുള്ളറ്റ് ഇങ്ങനെ വന്നു, എന്നിട്ട് ബുള്ളറ്റ് എന്ത് ചെയ്തു? ഇങ്ങനെ പോയി. അപ്പോൾ ഇതുവരെ പോയി നമുക്കറിയത്തില്ല. ഈ ബോഡി ഇനി ഉണ്ടെന്ന് വിചാരിക്കാം, വലിയൊരു ബോഡി. അപ്പോൾ ഇതേ വരെ എത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഇത് ഇത്രയും പോയപ്പം ഇത് എ, ഇത് പോയിൻറ്റ് ബി. പറഞ്ഞിരിക്കുന്നത് ലോസസ് ഹാഫ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി. അപ്പം വെലോസിറ്റി അറ്റ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? യു എന്ന് വിചാരിക്കുക. അപ്പോൾ വെലോസിറ്റി അറ്റ് ബി എന്ന് പറയുന്നത് ഇറ്റ് ലൂസസ് ഹാഫ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി. പകുതി വെലോസിറ്റി അതിൻ്റെ പോയി, ഇവിടുന്ന് ട്രാവൽ ചെയ്ത് അവിടെ എത്തിയപ്പോൾ. കാരണം ഇത് ഹെവി ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലേ, അതിൽ കൂടെ പോകുമ്പോൾ. അപ്പോൾ ഇനിഷ്യലി നമുക്ക് വി ആയിരുന്നെങ്കിൽ എയിൽ പോയിന്റിൽ യു ആണ് ഇനിഷ്യൽ വെലോസിറ്റി എങ്കിൽ അറ്റ് പോയിന്റ് ബി വെലോസിറ്റി എന്ന് പറയുന്നത് u/2. അത് കിട്ടിയല്ലോ. പിന്നെ പറയുന്ന ഡിസ്റ്റൻസ്, ഈ ഇത്രയും ട്രാവൽ എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഹാഫായി, അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് പറയുന്നുണ്ട്. ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് അറിയാവുന്നത്. ഇനി ചോദിച്ചേക്കുന്നത് ഫർദർ ഡിസ്റ്റൻസ് ഓഫ് പെനട്രേഷൻ ബിഫോർ ഇറ്റ് കംസ് ടു റെസ്റ്റ്. അപ്പോൾ കുറച്ചുകൂടി ഇത് പോകും, കാരണം അതിൻ്റെ വെലോസിറ്റി കംപ്ലീറ്റ് ഇതിപ്പോൾ ഇത്രയും 20 സെൻറ്റിമീറ്റേഴ്സ് പോയപ്പോഴത്തേക്ക് ഹാഫായി. ഇനി കുറച്ചുകൂടി ഇത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അതവിടെ സ്റ്റക്കാവും. ആ പോയിന്റ് നമുക്ക് സിന്ന് എടുക്കാം. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം 0 ആയതുകൊണ്ടാണല്ലോ പിന്നെ അതിന് മൂവ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ വെലോസിറ്റി അറ്റ് സി ഈസ് ഈക്വൽ ടു 0. ഇത്രയും നമുക്കറിയാം. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡിസ്റ്റൻസ്, ഈ ബിയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. കാരണം എത്ര ഡിസ്റ്റൻസ്, ഇത് കഴിഞ്ഞിട്ട് എത്ര ഡിസ്റ്റൻസ് ആകുമ്പോഴാണ് ഈ ബുള്ളറ്റ് സ്റ്റോപ്പായി പോകുന്നത്, സ്റ്റക്കായി പോകുന്നത്. അപ്പോൾ ബുള്ളറ്റ് ട്രാവലിംഗ് ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ ഈ 20 കൂടെ കുറച്ച് കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസിലാണ് ഈ 20 സെൻറ്റിമീറ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇത് മൂവ് ചെയ്തതെന്ന്. അപ്പോൾ നമ്മുടെ സെയിം ഇക്വേഷൻ നമുക്ക് എടുക്കാം. എന്താണ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. ഇത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് ഈ പോർഷൻ മാത്രം എടുക്കാം. ഈ പോർഷനിൽ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ഇവിടെ u/2 ദ ഹോൾ സ്ക്വയർ മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി യു സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ഇനിഷ്യൽ യു ആണെങ്കിൽ ഫൈനൽ u/2 ആണ്. ഈക്വൽ ടു 2 ഇൻറ്റു ആക്സലറേഷൻ നമുക്കറിയത്തില്ല. ആക്സലറേഷൻ എ എന്ന് എടുക്കാം. ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് സെൻറ്റിമീറ്റർ തന്നെ ഞാൻ എടുക്കുകയാണ്, കാരണം വേറെ യൂണിറ്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇറ്റ്സ് ഈസി ടു ടേക്ക് സെൻറ്റിമീറ്റർ തന്നെ. നിങ്ങൾ ഓർത്താൽ മതിയോ സെൻറ്റിമീറ്റർ ആണെന്ന്.
ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് യു സ്ക്വയർ ബൈ 4 മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 40a അല്ലേ? അപ്പോൾ ഇത് എത്ര വരും? -3/4 യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 40a. അപ്പോൾ നമുക്ക് എ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങോട്ട് എടുക്കാം. -3 യു സ്ക്വയർ ബൈ 4 × 40, അതായത് -3 യു സ്ക്വയർ ബൈ 160 ആണ് നമ്മുടെ ആക്സലറേഷൻ. ഇതാണ് നമ്മുടെ കേസ് A to B. എയിൽ നിന്നും ബിയിലേക്കുള്ള ട്രാവലിങ്ങിൽ നമുക്ക് കിട്ടിയ ആക്സലറേഷനാണ് ഇത്. ഈ സെയിം ആക്സലറേഷൻ തന്നെ അങ്ങോട്ട് പോകുന്നു, കാരണം വേറെ ആക്സലറേഷനും തന്നിട്ടില്ല. അപ്പോൾ ആക്സലറേഷൻ ഈസ് സെയിം. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഇക്വേഷൻ എഴുതാം. അതായത് ബിയിൽ നിന്നും ഇവിടെ എഴുതാം. ബിയിൽ നിന്നും സിയിലേക്കുള്ള ട്രാവലിങ്ങിന് നോക്കാം. അവിടെ ഈ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. അപ്പോൾ ബിയിലെ വന്നിട്ട്, അതായത് ബിയിൽ നിന്ന് സിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബിയിലുള്ള ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? ഫൈനൽ വെലോസിറ്റി സിയിലെയാണ്, അത് 0. കാരണം സിയിൽ അത് സ്റ്റക്കായി നിൽക്കുകയാണ്. വെലോസിറ്റി അറ്റ് സീസ്, അതാണ് ഇവിടുത്തെ നമ്മുടെ ഫൈനൽ, ദാറ്റ് ഈസ് 0 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിൻ്റെ വെലോസിറ്റിയാണ്. ബി ടു സി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം u/2 അതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു ആക്സലറേഷൻ നമുക്കിവിടെ കിട്ടി -3 യു സ്ക്വയർ ബൈ 160 ഇൻറ്റു എസ് നമുക്കറിയത്തില്ല. അപ്പോൾ ഇത് -u സ്ക്വയർ ബൈ 4 ഈക്വൽ ടു -6 യു സ്ക്വയർ ബൈ 160 എസ്. അപ്പോൾ യു സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, മൈനസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 1/4 ഈക്വൽ ടു 6/160 എസ്. അപ്പോൾ നമുക്ക് എസ് കണ്ടുപിടിക്കാമല്ലോ. എസ് ഇസ് ഈക്വൽ ടു 160. ഇതിവിടെ നിർത്തുന്നു, ഇതിങ്ങോട്ട് പോകുന്നു. 160/4 × 6. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പം 40 വന്നു. 40/6 എന്ന് പറഞ്ഞാൽ 20/3. 20/3 എന്ന് പറഞ്ഞാൽ 6.66. അത്രയും നമ്മൾ സെൻറ്റിമീറ്ററിലാണ് നമ്മൾ 20 എടുത്തത് അല്ലേ? ഈ 20 നമ്മൾ അങ്ങനെ തന്നെ എടുത്തു. അപ്പോൾ 6.66 സെൻറ്റിമീറ്റേഴ്സാണ് ബാക്കി ഈ ബുള്ളറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുൻപേ ട്രാവൽ ചെയ്ത ടൈം. അപ്പോൾ ഈ ബുള്ളറ്റ് ഇവിടെ വന്നു 6 അപ്പോൾ 26.66 അത് നിന്നു. അപ്പോൾ ഇവർ നമ്മളോട് ചോദിക്കുന്നത് ഫർദർ ഡിസ്റ്റൻസാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 66.66 തന്നെ എടുത്താൽ മതി. അതാണ് അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 6.66 സെൻറ്റിമീറ്റേഴ്സ് എ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇടാം ബാക്കിയുള്ള. ഫിസിക്സാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഐ സ്റ്റാർട്ടഡ് വിത്ത് ഫിസിക്സ്. ബാക്കിയുള്ളത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.